കടപ്പുറം പോലെ കിണികിണിയായി കൊണ്ടുകൂട്ടിയിരിക്കുന്ന അനുഭവം എന്നൊക്കെ പറയാം. അതായത് നിങ്ങളതായിരിക്കുന്നത് ആ ദേവൻ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു സമയമല്ലേ ഇത്. ദിഗംബുറങ്ങാലും ഹേമ കുറഞ്ഞു പോയോ എല്ലാവരും? ഹേമ കുറഞ്ഞു പോയാ ഇല്ല അല്ലെ? എന്നെ കൊണ്ടുകൂട്ടിയിരിക്കുന്നതായ എന്റെ സന്താനങ്ങളിലൂടെ കൊടുത്തു എന്റെ രണ്ടതായിരിക്കുന്നതായ കണ്ണുകളിലൂടെ ശബ്ദമില്ല ശബ്ദമില്ല കലാകാരെ വേണ്ടതായിരിക്കുന്ന അവസരങ്ങളുണ്ട്. സഹന്മാരായിരിക്കുന്ന തട്ടകമാണ് അല്ലേ? കൂടുതൽ സമയം നിങ്ങളതായിരിക്കുന്ന ആജ്ഞപ്രകാരം ആരാത് പ്രത്യക്ഷമായത് ഗ്രാഹ്യമില്ലേ നിങ്ങൾക്ക്? മുമ്പില്ലെന്നിരിക്കുന്നതായ ആ കുലത്തിനകത്ത് കെട്ടിപ്പുര പരാമർശമാക്കിയിരിക്കുന്നതായ എൻ്റെ കണ്ണുകളാണ്. ഒമ്പതില്ലെന്നിരിക്കുന്നതായ എൻ്റെ കരുണാനിമാർക്ക് വീട് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം പോലെ ജനപറ കർത്തുപൂരായിരിക്കുന്ന ദൈവം ഇന്ന് പ്രത്യക്ഷമായ ഒരു സമയമാണ്. കഥാനിമാരെ എവിടെയാണ് നിങ്ങളെ പുണ്യഭൂമിക്കാരുടെ പ്രത്യക്ഷമായിരുന്നത്? ഭൂമി തൊട്ട് ആകാശം വരെ നിറഞ്ഞു നിൽക്കുന്നതായ ശക്തിയെ നിങ്ങളിന്ന് കണ്ടു അല്ലേ? പ്രകാരമാണ് എൻ്റെ മക്കള് ഈ ഭഗവാന്റെതായിരിക്കുന്ന പാതാര ബിന്ദത്തെങ്കിൽ സമർപ്പണം ചെയ്യേണ്ട സമയമല്ലേ ഇത് അല്ലേ? മറ്റൊരു ശക്തി ഉണ്ടെങ്കിലും ദൈവാദരങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ദൈവം പുറംകാലം കഴിഞ്ഞതിന് ശേഷമാണ് സാറത് അല്ലേ? ചെയ്തിരിക്കുന്ന കർമ്മത്തിനും വഴിയിലും കർമ്മത്തിനും കാര്യത്തെങ്കിലും ഈ ഭഗവാൻ അറിഞ്ഞു പറയാതെ നിങ്ങളിൽ പ്രത്യക്ഷമായിരിക്കുന്ന ആ ദേവനാണ്. ഇന്ന് പരമമായിരിക്കുന്ന ഭക്തി കൊണ്ട് ഏവരും സമന്മാരായി നിന്നില്ലേ? പരമമായ ഭക്തിക്കുള്ളിൽ മാത്രമേ ഈ ഭഗവാനെ കാണാൻ പറ്റൂ അല്ലേ? ഇറക്കി ചെമ്പടിച്ച സ്ത്രീകോലോ മണിമാളികയോലോ ഇറക്കി വേണ്ട ചിന്തറും സിംഹാസനം കൊണ്ടിരിക്കുന്ന ദേവനല്ലേ ഞാൻ. സമ്പത്തും ഐശ്വര്യം പാരിത്തന്നിരിക്കുന്ന ഭഗവാനാണ് ഞാൻ. അതൊക്കെ പരമമായിരിക്കുന്ന ഭക്തിയാണ് അല്ലേ? ഇതെല്ലാം പ്രകാരമാണ് നിങ്ങൾ എന്നെ കണ്ടുവന്നത്. ഒന്ന് ജനതപൂതരായിരിക്കുന്ന ദൈവം പുറക്കാം. മനുഷ്യാദി ഹിന്ദുക്കൾക്ക് മരണത്തോടടുക്കുന്നതായ സമയത്ത് കാണാൻ ദൈവത്തിനാണ് അങ്ങനെ പറയാം. ആനവാദിക്കലും അമ്പലന്തലിലും ആലുവേസഞ്ചരി തീരാതെ വഴിയിലും പാതിരാനേരത്തും നക്ഷത്രത്തിലും പാടയ നിറന്നവന്റെ മുന്നിലും പാതിരാനേരത്തും സന്ധ്യാനേരത്തും ഉണ്ടായി വന്ന് ദീപങ്ങളെത്തി വിശാലകളും പാഷാണകളും ഭക്തികളും വായുകളും വാരി വെച്ചിരിക്കുന്ന 16 രാശിക്കകത്തും 15 സാധനമഹിതം സത്യലോകം ബ്രഹ്മലോകം ഭൂലോകം ഭൂവർലോകം സുഖലോകം പാതാളലോകം അങ്ങനെ ഇരിക്കുന്നതായ സർവലോകത്തിനകത്തും മനുഷ്യാദി ഹിന്ദുക്കൾക്ക് മരണത്തോടടുക്കുന്ന സമയത്ത് കാണാം. ദിക്കിലെടുത്ത് വട്ടമിട്ട് കാണാം. തലയിക്കെട്ട് വീരന്മാർ വിരക്ക് ചുവന്ന് കാണാം. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയെങ്കിൽ ഏതൊരു സമയത്തും പ്രത്യക്ഷരായിരിക്കുന്ന ഭഗവാൻ അല്ലെ? ഇന്ന് വന്നത് ദൈവം പുറങ്ങാനുള്ള അല്ല നിങ്ങളതായിരിക്കുന്ന തട്ടകത്തിന് നിങ്ങൾക്കൊരു സംരക്ഷണത്തിന് വേണ്ടി ദൈവമായി പ്രത്യക്ഷമായിട്ടുണ്ട്. ജനാന്ത ഭരണവും മരണാന്തര ജനവും ജന്മക്കൾ സമർപ്പിച്ചിരിക്കുന്നതായ സമയം സംരക്ഷണത്തിന് വേണ്ടി പ്രത്യക്ഷമായിരുന്നു ദൈവം. കൊണ്ട് മുഷിച്ചു പോയ എത്ര കണ്ടാലും മഹിമരാജർ ദേവനാണ്. പൂർവികന്മാർ കൊണ്ട് പ്രഭാഷമാക്കിയിരിക്കുന്ന വസ്തുവ് നിങ്ങൾ പരിപാലനം ചെയ്തു. ഇവിടെ പരമാർത്ഥ വിശേഷി കാലം കഴിക്കുന്നത് ഭഗവാൻ ഈ കാലത്തെങ്കിൽ കണ്ടുവെക്കാം. ഈ നിങ്ങളതായ മനസ്സിനകത്ത് കെട്ടിവെച്ച ഭഗവാനാണ്. അവിടെ നിങ്ങൾ ഓരോരുത്തരും പ്രത്യക്ഷമായ അനുഭവം തന്നാൽ പരമാർത്ഥ വിശേഷം നടനത്തിന് ശേഷമാണ് ഗീതം കൊണ്ടും ആരെയും കൊണ്ടും ഇന്ന് എന്റേതായിരിക്കുന്ന തട്ടകം ശ്രേഷ്ഠകരമായിരിക്കുന്ന എൻ്റെ 9 കഥാകാരാണ് വേലായി പ്രകാരം ഇന്ന് ചിരി എന്നിരിക്കുന്നതായ സംഗീതം കൊണ്ട് അധികാരം സിദ്ധിച്ചിരിക്കുന്ന പുത്രന്മാരല്ലേ നിങ്ങൾ 9 തട്ടകത്തിന് നാല് ഭാര്യങ്ങൾ കൊണ്ടും ഈ ഭഗവാനെ സന്തോഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എന്നെ വരവേറ്റത്? അങ്ങനെയാണ് ഘോരമായ ശബ്ദം കൊണ്ടും അലങ്കാരം കൊണ്ടും അതിനുള്ളതായ സിദ്ധികളൊക്കെ സിദ്ധിച്ചിരിക്കുന്ന എൻ്റെ പുത്രന്മാർക്ക്
ഇനി ഒരു സഭക്കകത്ത് പാട്ടക്കേട് വരാതെ കണ്ട് സംരക്ഷണം തരേണ്ട ദേവരുണ്ടെങ്കിൽ മഹാഭാരത കെട്ടഴിക്കുന്ന അല്പമായി കണ്ടു നോക്കാം. ആ